ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാട്ടാക്കിയിട്ട് ഒരാൾ ഒരു സമയത്ത് സംസാരിക്കും. ഞാൻ സംസാരിക്കുമ്പോഴേ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ സംസാരിക്കും ഞാൻ കേൾക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണം തോന്നിയാൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് സംസാരിക്കുന്ന പറയും. അപ്പം ഞാൻ നിർത്തും, അവർക്ക് സംസാരിക്കാം. കാരണം എല്ലാവരും സംസാരിക്കാൻ ആരും ഒന്നും കേൾക്കില്ല. ഞാൻ സംസാരിക്കും, നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കാൻ തോന്നിയാൽ അവർ ജസ്റ്റ് എഴുന്നേറ്റ് എടുക്കുന്നു. എനിക്ക് സംസാരിക്കാൻ ഞാൻ നിർത്തും. അപ്പോൾ അവർക്ക് സംസാരിക്കാം. അവർ പറഞ്ഞു ഞാൻ കേൾക്കാം, അടുത്താൽ സംസാരിക്കും. എന്താ ശരിയല്ലേ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുണ്ട്. കാസർഗോഡ് മുതൽ ഒരു യാത്രയുടെ ഭാഗമായി നിങ്ങളുടെ സ്കൂളിൽ എത്താൻ കഴിഞ്ഞതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ആദ്യമായി വലിയ സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് മതവിശ്വാസികളുണ്ട്, ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, ഓരോരോ വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് അല്ലേ? പക്ഷെ നമ്മളെല്ലാവരും കേരളീയരാണ്. നമ്മുടെ നാട് ഓരോ ഗ്രാമങ്ങളിലും എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ടതുണ്ട്. ഓരോരുത്തർ അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിൽ കഴിയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് വേണം എന്ന ആശയം, മാനവികത, സൗഹൃദം എന്ന ആശയം സമൂഹത്തിൽ പരിചയപ്പെടുത്തുവാനും അതിനുവേണ്ടി എല്ലാവരെയും ചേർത്ത് പിടിക്കാനുമുള്ള ഒരു മാനവ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്ന് ഒരു പതാകയോ ഒരു മുദ്രാവാക്യമോ ഇല്ലാതെ നാടിൻ്റെ സൗഹൃദത്തിന് വേണ്ടി, കേരളത്തിൻ്റെ സൗഹൃദം, അതുപോലെ ലഹരി വിരുദ്ധമായ ആശയത്തിൽ കേരളത്തിൻ്റെ ഭാവി എന്ന ആശയത്തിലാണ് സഞ്ചാരം നടക്കുന്നത്. SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ബസീർ യാത്ര നയിക്കുന്നത്. ആ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ്. ആ ജില്ലയിൽ നിങ്ങളെ കാണാൻ വലിയ സന്തോഷം അറിയിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിൻ്റെ സൗഹൃദത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയും നമ്മളൊക്കെ ഒത്തുചേരണം. നമ്മൾ പൊതുവിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. നമ്മുടെ ബന്ധത്തിൽ എല്ലാ മതവിശ്വാസികളുണ്ട്, എല്ലാവരുമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സുഹൃത്തുക്കളെ പോലെ നമ്മൾ ജീവിക്കുകയും നമ്മുടെ നാടുകളിൽ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ KK ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട് ജില്ലയിലെ വണ്ടിത്താവളം KK ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും അവിടെ കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള യോദ്ധാവ് പദ്ധതിയിലെ വളണ്ടിയർ കൂടിയായ അഷ്റഫ് ഹസനി, അദ്ദേഹം നിങ്ങളോട് വിശദമായി സംസാരിക്കും. നിങ്ങളെ കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം അറിയുകയും ഇതിന് അവസരമൊരുക്കിയ ഈ വിദ്യാലയത്തിലെ പ്രധാനാധ്യാപകർ, ഇവിടെയുള്ള സ്റ്റാഫ്, PT എല്ലാവരെയും SYS സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി അഭിനന്ദിച്ച് എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ ഭാഗത്ത് അങ്ങനെ ഇല്ലേ? ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എന്താ തിരിച്ചു പറയേണ്ടത്? ആര് പറയുന്നില്ല, ഒന്നും പറയട്ടെ. ഗുഡ് മോർണിംഗ് പോരാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബാക്കിൽ നിൽക്കാൻ പ്രയാസം ഉണ്ടാവും. നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ? ഒരു മിനിറ്റ് നിന്നതിന് ശേഷം നമുക്ക് ഇരിക്കാം. നല്ല കുട്ടികളല്ലേ നിങ്ങൾ? അല്ലേ? നല്ല അച്ചടക്കമുള്ള, ഏറ്റവും നന്നായി പഠിക്കുന്ന, ഏറ്റവും നന്നായി പഠിച്ച് ഉന്നതിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളെല്ലാം? അല്ലേ? നിങ്ങളെന്തൊന്നും ഉണ്ടാകുന്നത്? ആർക്കും ഒരു പ്രതികരണം ഇല്ലല്ലോ. ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇല്ലേ? എന്താ പിന്നെ ആരും ഒന്നും പ്രതികരിക്കാത്തത്? നിങ്ങൾക്ക് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹം ഇല്ലേ? നല്ല കുട്ടികളല്ലേ? എന്നാൽ എല്ലാവരും ഇരിക്കും. ഇനി കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ തമ്മിലുള്ള സംസാരം ഉണ്ടാവരുത്. സംസാരിക്കുന്നവരുടെ ചോദ്യങ്ങൾ വരും. ആരാണോ സംസാരിക്കുന്നത് അവരോട് ഇടയിൽ ചില ചോദ്യങ്ങൾ വരും. നിങ്ങൾ റെഡിയല്ലേ? അല്ലേ? നിങ്ങൾ ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികളാണ് എന്നതാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഈ ക്ലാസ്സിനകത്ത് ഒരുമിച്ച് ഇരുത്തിയതിന്റെ പ്രധാന കാരണം. സ്കൂളിൽ വേറെ കുറേ കുട്ടികളില്ലേ?
ഇല്ല, അവർക്ക് ആർക്കും ഇതിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത് നിങ്ങളോടാണ്. നിങ്ങളാണ് ഈ സ്കൂളിലെ ഏറ്റവും നല്ലവർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളോ? ആ ബാക്ക് ബെഞ്ചിൽ ശ്രദ്ധിക്കണില്ലേ? ഇവിടെ സ്ഥലം കൊണ്ടുവരും. ആ, രണ്ടാൾ കൊണ്ടുവരും. ഇവിടെ സ്ഥലം. ആ, രണ്ടാൾ കൊണ്ടുവരും. ആ, കൊണ്ടുവരും. ഇവിടെ സ്ഥലം രണ്ടാൾ കൊണ്ടുവരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാണ് സംസാരിക്കുന്നത് എന്ന് നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ സ്ഥലം. നല്ല കുട്ടിയാണ്. കൈ കൊടുക്കും, കൈ കൊടുക്കും. വെരി ഗുഡ്. ഇവിടെ നല്ല കുട്ടിയല്ലേ? ആ, നല്ല കുട്ടിയായിരിക്കും കേട്ടാ. ഞാൻ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നവരാണ് അല്ലേ? പഠിക്കാൻ വേണ്ടി വന്നവരല്ലേ? നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത്? എത്ര മണിക്കാണ്? എത്ര മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കും? 8:30 എഴുന്നേൽക്കുന്നതാ. 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് സുന്ദരനായി അല്ലേ, നല്ല യൂണിഫോം ഒക്കെ തേച്ച് അതിനു വേണ്ടി നിങ്ങളുടെ അമ്മമാർ കഷ്ടപ്പെടുന്നില്ലേ? ഇല്ല, ഇവിടെ അല്ലേ അമ്മമാര് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്? ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നിങ്ങൾ എന്തിനാണ് ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്? വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നവരുണ്ടോ? അവിടെ ഒരാൾ ആ സൈഡിൽ ഞാൻ നോക്കുന്ന ഒരാളുണ്ടല്ലോ, അത് ആ ഒരാളെ എഴുന്നേറ്റ് ഇവിടെ ഇല്ലേ? ഹലോ, ആ എന്താ പ്രശ്നം? ഒന്ന് എഴുന്നേറ്റില്ലേ? ഒന്ന് എഴുന്നേറ്റ് കാണട്ടെ മോനെ, ഒന്ന് എഴുന്നേറ്റ്. ആ, ഒന്ന് കാണാൻ വേണ്ടിയാണ്. എന്താ പേര്? ഈ സ്കൂളിൽ കുട്ടിയല്ലേ? അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടാ. ആ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടാ. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ് അല്ലേ? ഇതിൽ എത്ര ക്ലാസ്സിലെ കുട്ടികളാണ് നിങ്ങളെല്ലാം? 9, പിന്നെ 8, 9 കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈസ്കൂൾ തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ 10ാം ക്ലാസ് എന്ന് പറയുന്ന ഏറെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പ്രായത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ്. 10ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റിലും A+ കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇല്ല. ആഗ്രഹമില്ലാത്തവരെന്ന് കൈപ്പിടിച്ച് എനിക്ക് A+ ഒന്നും വേണ്ട. എല്ലാവർക്കും ആഗ്രഹം. വെരി ഗുഡ് അല്ലേ? നിങ്ങൾക്ക് A+ കിട്ടും. ഞാനൊരു ചെറിയ തന്ത്രങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടും. എനിക്ക് തോന്നുന്നത് ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നിലവാരമുള്ള ഒരു സ്കൂളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നിങ്ങളോ? തന്നെയല്ലേ? നല്ല അധ്യാപകർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ, നിങ്ങളെ ഏതറ്റം വരെയും കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന അധ്യാപകരും നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും. അതിനിടയ്ക്ക് നിങ്ങളെ ഈ വിജയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്ന്, എല്ലാവർക്കും ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്. വീട്ടിലുണ്ട്, നിങ്ങൾക്കില്ലെങ്കിലും. വീട്ടിൽ അമ്മയുടെ മൊബൈൽ ഫോൺ പലപ്പോഴും സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അതിന്റെ അവകാശികൾ ആരാ? നിങ്ങളാണ് അല്ലേ? ആ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ തന്നെ സാറ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കണ്ട. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഒന്നാമത്തെ, നമ്മൾ നിത്യജീവിതത്തിൽ ഇന്ന് മൊബൈലിന്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. എൻ്റെ വീട്ടിലുണ്ട്, എനിക്ക് മകനുണ്ട്, മകളുണ്ട്, അവരൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ. നിങ്ങൾക്ക് ഏതിലാണ് അക്കൗണ്ട് ഉള്ളത്? സോഷ്യൽ മീഡിയയിൽ ഏതിലെ അക്കൗണ്ട് ഉള്ളത്? ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉള്ളവർക്കൊന്ന് കൈവന്നിച്ചേ അല്ലേ? ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉള്ളവർ എത്ര പേരല്ല കേട്ടോ. കുറെ ആളുകൾ ടീച്ചർ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് കഥകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ല, അങ്ങനെയല്ലേ? അല്ല, ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഒക്കെ വേണം. ഇൻസ്റ്റയിൽ അക്കൗണ്ട് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീൽസ് കാണാൻ പറ്റുള്ളൂ അല്ലേ? റീൽസ് ഒക്കെ കാണണ്ടേ? റീൽസ് കാണെങ്കിൽ ഏത് വേണം? ഇൻസ്റ്റയിൽ അക്കൗണ്ട് വേണം, എന്നാലേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ അഡിക്ഷൻ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു നന്നായി പഠിക്കാനാണ് താല്പര്യമുള്ളത്. പക്ഷെ ആ താല്പര്യത്തിൽ നിന്ന് നമ്മളെ പിറകിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കണം. എനിക്ക് മൊബൈലുണ്ട്, ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നത് എനിക്ക് അറിവ് വർദ്ധിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
എത്ര പേരുണ്ട് നിങ്ങളുടെ പഠന ആവശ്യങ്ങൾക്ക് മൊബൈലിനെ ഉപയോഗപ്പെടുത്തുന്നവർ? എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരുന്നു, ഒരു ടാസ്ക് തരുന്നു, ഒരു ആക്ടിവിറ്റി തരുന്നു. ആ ആക്ടിവിറ്റിയെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട് അല്ലേ? ഗൂഗിളിനോട് ചോദിച്ചാൽ എല്ലാം അറിയും. അതിന് പുറമെ മെറ്റയുണ്ട്, മെറ്റ AI ഉണ്ട്. ഏത് അസൈൻമെന്റ് ടീച്ചർ പറഞ്ഞാലും അതിൽ അടിച്ചു കൊടുത്താൽ അസൈൻമെന്റ് ഇങ്ങോട്ട് വരും. നിര എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടും. നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്താറുണ്ടോ? ഇല്ല അല്ലേ? അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പ്രശ്നമില്ലേ? സമയത്തെ നമ്മൾ നഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് 4 മണി വരെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പഠിപ്പിച്ച പാഠം വാങ്ങി പഠിക്കണം. പക്ഷെ അതിന് നമ്മൾ മെനക്കെടാറില്ല. പകരം എന്താ ചെയ്യുന്നത്? മൊബൈലിൽ നമ്മൾ പലതും സെർച്ച് ചെയ്തുകൊണ്ട് സമയത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിച്ചാൽ നമുക്ക് A+ കിട്ടും. എനിക്ക് A+ കിട്ടുന്ന ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ? നല്ല ആഗ്രഹമുണ്ട് A+ കിട്ടണം. പക്ഷെ നമ്മളോ അതിനുവേണ്ടി പഠിക്കുകയും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ നേരത്തെ സൈക്കിളൊക്കെ ചവിട്ടാൻ നേരത്തെ തന്നെ പഠിച്ചു കാണും. ഇപ്പൊ ചെറുതായിട്ട് ബൈക്കൊക്കെ ഓടിക്കാൻ പഠിച്ചില്ലേ? ലൈസൻസ് ഇല്ലാതെ ഓടിക്കരുത്. 2 ദിവസം മുന്നേ എന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു കുട്ടിക്ക് 25,000 രൂപയാണ് ഫൈനിട്ട് കൊടുത്തത്. 25,000 രൂപ ഫൈനിട്ട് കൊടുക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ള ആര് വാഹനം ഓടിച്ചാലും 25,000 രൂപയാണ് ഫൈൻ. എന്ന് മാത്രമല്ല 18-ാം വയസ്സാണ് എനിക്ക് ലൈസൻസ് കിട്ടുക. പക്ഷേ ആ ലൈസൻസ് കിട്ടുന്നതിന്റെ പ്രായം ഒന്നുകൂടി വർദ്ധിപ്പിക്കും. എന്ന് പറഞ്ഞാൽ 18-ാം വയസ്സിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിരത്തിലൂടെ ബൈക്ക് ഓടിക്കരുത്. സംഗതി നിങ്ങൾ സ്വകാര്യമായിട്ട് വീട്ടിലൊക്കെ മുറ്റത്ത് ഓടിച്ച് പഠിക്കണം. പഠിക്കണ്ട എന്നല്ല പറഞ്ഞ് പഠിച്ചോളൂ. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇല്ലേ? എന്തൊക്കെ താല്പര്യമില്ലേ? ഇല്ലേ? താല്പര്യമുണ്ട്. നിങ്ങൾ സൈക്കിൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് എത്ര തവണ വീണിട്ടുണ്ട്? വീണു എന്നതിന്റെ പേര് നിങ്ങൾ സൈക്കിൾ പഠിക്കണമെന്ന് തീരുമാനിച്ചോ? പിന്നെയും നിങ്ങൾ വീണു. എത്ര തവണ വീണു എന്ന് ചോദിച്ചാൽ ഓർമ്മയേ ഇല്ല. പല മുറിവുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ശരീരത്തിൽ പരിശോധിച്ചാൽ കാണാം. എപ്പോഴായതാണത്? അത് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈക്ക് പഠിക്കുന്ന സമയത്ത് സംഭവിച്ചതാണ് അല്ലേ? എന്നിട്ട് നിങ്ങൾ ആ പഠനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾക്ക് പഠന സമയത്ത്, നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പിറകിലോട്ട് വലിക്കുന്ന ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ നമ്മളിനി അത് വേണ്ടാന്ന് വെക്കുകയാണോ വേണ്ടത്? അല്ല. നിങ്ങൾ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണോ നിങ്ങൾ പഠിച്ചത്, അതുപോലെ തന്നെ ഈ പഠനം എന്ന വലിയ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് വലിയൊരു ലക്ഷ്യമാണ്. നമുക്കിത് മനസ്സിലാവില്ല. ഇപ്പൊ നമുക്കത് മനസ്സിലാവണില്ല. ഇതെന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്റെ പഠന സമയം എനിക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. എന്നെ വഴിയിൽ വെച്ച് തിരിച്ചു വിട്ടത് ഒന്ന് നിങ്ങളുടെ കൂട്ടുകെട്ടാണ്, നിങ്ങളുടെ സൗഹൃദമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചങ്ക് ബ്രോസ് ഉണ്ടാവും അല്ലേ? ഇല്ലേ? ആ ചങ്ക് ബ്രോസ് ആരായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നന്നായി പഠിക്കുന്നവർക്കൊപ്പം നിങ്ങൾ കൂട്ടുചേരുക. നന്നായി പഠിക്കുന്ന നല്ല കുട്ടികൾക്കൊപ്പം നിങ്ങൾ സൗഹൃദത്തിലാവുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ പിന്നെ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലുണ്ട്. ചാണകം ചാരിയാൽ ചാണകം മണം, ചന്ദനം ചാരിയാൽ ചന്ദനം മണം എന്ന് പറഞ്ഞാൽ നല്ലതാണ് ചന്ദനം. ആ ചന്ദനത്തിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ നമ്മൾ എപ്പോഴും സുഗന്ധമായിരിക്കും പുറത്തേക്ക് കൊടുക്കുന്നത്. അതേസമയത്ത് ചാണകം എന്നത് അത്ര വൃത്തിയുള്ള മണമല്ല പുറത്തേക്ക് തരുന്നത്. സംഗതി അതിൽ ചിലപ്പോൾ ഹെൽത്തി ആയ വേറെ സംഗതികളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാൽ പോലും പുറത്തേക്ക് നൽകുന്ന സ്മെല്ല് എന്തല്ല? സുഗന്ധമാണോ? നിങ്ങളാണെങ്കിലും സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ചാണകം ശരീരത്തിൽ വെച്ച് പുരട്ടുവോ? അത്ര നേരിട്ട് സുഗന്ധം നേരിട്ട് ഉപയോഗിക്കാറുണ്ടോ? പക്ഷെ ചന്ദനം ഉണ്ടെങ്കിലോ നമ്മൾ അല്പം ഒന്ന് പുരട്ടിയത് എത്ര പുറത്തേക്ക് എത്ര സന്തോഷകരമായ സ്മെല്ലാണ് കൊടുക്കാന്നറിയോ? അപ്പൊ എന്നതുപോലെ നിങ്ങളുടെ കൂട്ടുകെട്ട് നന്നാവുക എന്നതാണ് ആദ്യമുള്ളത്. അപ്പൊ നിങ്ങള് ഇനി ഞാൻ വേറെ പറയാം. ഡ്രഗ്സ്, നേരത്തെ പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ വ്യാപകമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിയന്ത്രിക്കണം. ഈ അടുത്ത് ഒരു 2 മാസം മുന്നേ ഒരു രക്ഷിതാവ് എന്നോട് വന്ന് പരാതി പറയുകയാണ്. എന്താ പരാതി എന്നറിയോ? അദ്ദേഹത്തിന്റെ മകൻ +2 പാസ്സായിട്ടുണ്ട്. 80% മാർക്കിലധികം നേടിയിട്ടുണ്ട്. കൊമേഴ്സ് സ്ട്രീമാണ് പഠിച്ചത്. ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. 80%-ത്തിലധികം മാർക്ക് വാങ്ങിയിട്ടും അവന് ഡിഗ്രിക്ക് പോകാൻ താല്പര്യമില്ല. സാധാരണ ഒരു +2 പാസ്സായ നമ്മൾ അടുത്ത കേട്ട ഏതാണ്? ഡിഗ്രിക്ക് പോകില്ല.
ഡിഗ്രിക്ക് അപ്ലിക്കേഷൻ കൊടുത്താൽ അവന് കിട്ടും. പക്ഷെ അവന് താല്പര്യമേ ഇല്ല. എന്താണ് അവന്റെ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചപ്പോ പ്രശ്നം പറയുന്നത് എപ്പോഴും അവൻ മൊബൈലാണ്. സദാസമയവും അവൻ മൊബൈൽ നോക്കി സമയത്തെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും അവൻ മൊബൈലാണ്. രാത്രിയും പകലും ഭക്ഷണം കഴിക്കാൻ പോലും അവന് താല്പര്യമില്ല. ഇവിടെ ശ്രദ്ധിക്കണില്ലേ? ഭക്ഷണം കഴിക്കാൻ പോലും അവന് താല്പര്യമില്ല. അവൻ എപ്പോഴും മൊബൈലാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ അവൻ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് എന്തുകൊണ്ട് സംഭവിച്ചതാ? നമ്മൾ ചെറുതായി മൊബൈൽ ഉപയോഗിച്ച് കൂടുതൽ സമയം അതിൽ ചെലവഴിച്ച് അതിന് അഡിക്റ്റഡ് ആയി. നിങ്ങൾക്ക് ആർക്കും അറിയില്ല? ആർക്കുണ്ടോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാം, മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കണം, പക്ഷേ ഒരു നിശ്ചിത സമയം മാത്രം. ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു അരമണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല. നിങ്ങൾ തയ്യാറല്ലേ? ലാസ്റ്റ് മിനിറ്റ് അവിടെ വേറെ ഒരു കളിയില്ല. റെഡിയല്ലേ? അല്ലേ? നിങ്ങൾ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഒരാൾക്കും A+ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് A+ വേണോ? നിങ്ങൾ മൊബൈൽ ഫോൺ കുറച്ച് ഉപയോഗിക്കണം. തയ്യാറല്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെ പഠനത്തിന് പിറകിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, മയക്കുമരുന്നുകൾ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾക്കുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു? ഇല്ല, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് എന്ന നല്ല ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ നല്ല കുട്ടികളാണ്. ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് നമ്മൾ ഈ വലയിൽ പെട്ടുപോകുന്നത് അറിയാം? നിങ്ങൾ ഡ്രഗ്സിൽ എങ്ങനെയാണ് പെട്ടുപോകുന്നത്? നിങ്ങൾക്ക് ആർക്കും താല്പര്യപൂർവ്വം ആരും ഡ്രഗ്സ് ഉപയോഗിക്കില്ല. ഞങ്ങളുടെ നാട്ടിലൊരു മിഠായി, ആ മിഠായിയുടെ പേര് ഞാൻ അവിടെ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അത് ഉപയോഗിക്കുമെന്ന് പറയുന്നതുകൊണ്ട് ഒരു മിഠായിയാണ് ഞങ്ങളുടെയൊക്കെ സ്കൂളിന്റെ പരിസരത്ത് വിൽക്കുന്നത്. വ്യാപകമായിട്ട് അവിടെ സ്വകാര്യമായിട്ട് ഈ മിഠായി വിൽക്കുന്നുണ്ട്. ഈ മിഠായി ഒരു ലഹരി വസ്തുവാണ്. ഇതിലെങ്ങനെയാണ് പെട്ടുപോകുന്നത്? മുതിർന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ 8ലും 9ലും കുട്ടികളാണ്, 10ലെ കുട്ടികളുണ്ടാവാം, +1ലെ കുട്ടികളുണ്ടാവാം, +2ലെ കുട്ടികളുണ്ടാവാം. ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ പുറത്തുള്ള കുട്ടികളായിരിക്കാം. നിങ്ങൾക്ക് വെറുതെ ഇതൊന്ന് കഴിച്ചു നോക്കുന്നതാണ് തരും. നിങ്ങൾക്ക് വിചാരിക്കുന്നത് മിഠായി അല്ലേ? കഴിച്ചാൽ എന്താ പ്രശ്നം? കഴിച്ചപ്പോഴോ? ഇവിടെ ശ്രദ്ധിക്കണം, ലാസ്റ്റ് മിനിറ്റ് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ മിഠായി കഴിച്ചാൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ മിഠായി കഴിച്ചാൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ മിഠായി കഴിച്ചപ്പോൾ വലിയൊരു ആഹ്ലാദം കിട്ടുകയാണ്. അതിന് എക്സസി എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനർജി കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ എനർജി എന്ത് ചെയ്യാണ് ഈ മിഠായി കഴിച്ചപ്പോൾ കിട്ടുന്നത്. വലിയൊരു എനർജിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഭയങ്കര ആഹ്ലാദത്തിലാണ് അല്ലെ? നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസരമാണെങ്കിൽ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും? ഒരു മിഠായി കഴിച്ചു, നല്ലൊരു സന്തോഷം കിട്ടി, അത് കുറച്ച് നേരം നീണ്ടു നിന്നു, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം നിങ്ങൾ ആ മിഠായി കിട്ടിയില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാവാം. ലാസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതേ കൂട്ടുകാരൻ അല്ലെങ്കിൽ വേറെ ആരോ ഒന്നുകൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞു തരുമ്പോ നിങ്ങൾ എന്താ പറയാ? വേണ്ടാന്ന് പറയോ? കാരണം നേരത്തെ കഴിച്ചപ്പോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താ? ഈ പൊളി സാധനം പൊള്ളിയാണ് അല്ലെ, ഇത് പൊളിയാണ്, കഴിച്ചു. നമ്മൾ കഴിച്ചു. അങ്ങനെ രണ്ടാമത് കഴിച്ചപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ താല്പര്യം വരികയാണ്, ഈ മിഠായി വിൽക്കാൻ തരക്കടില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മിഠായി ആയിരുന്നു, പക്ഷെ ഈ മിഠായി വിൽക്കാൻ തരക്കടില്ല. പിന്നെ നിങ്ങൾ തന്നെ ഈ മിഠായി എവിടെയാണെന്ന് അന്വേഷിക്കും. അപ്പൊ ഇവൻ പറഞ്ഞു തരും, പിന്നെ കടയിലുണ്ട്, സ്വകാര്യമായിട്ട് ചോദിച്ചാൽ മതി. അങ്ങനെ ആ കടയിൽ പോയിട്ട് ആ മിഠായി നമ്മൾ തന്നെ വാങ്ങിക്കും. നേരത്തെ നിങ്ങൾ ആഴ്ചയിൽ 1 തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, എന്താ തോന്നുന്നത്? ഇത് എല്ലാ ദിവസവും കഴിച്ചാൽ എല്ലാ ദിവസവും സന്തോഷം കിട്ടില്ലേ? ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നി എല്ലാ ദിവസവും ഇത് കഴിക്കാം. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കും. ആ കഴിക്കുന്ന ദിവസമൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി മൂഡിലായിരിക്കും. നിങ്ങൾ ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. എത്ര ഹാപ്പിനെസ് നിങ്ങൾക്ക് പറയാനേ പറ്റില്ല. അത്രയും വലിയ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ നേരത്തെ എപ്പോഴോ ഒരിക്കൽ കഴിച്ചു, പിന്നെ ആഴ്ചയിൽ ഒരിക്കലായി, ഇപ്പൊ നിങ്ങൾ ദിവസവും കഴിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ദിവസം എന്ന് മാറിയിട്ട് ഈ കഴിച്ചതിന്റെ ഇഫക്റ്റ് ഒരു അരമണിക്കൂറൊക്കെ കിട്ടുള്ളൂ.
അപ്പൊ നമുക്ക് തോന്നും ഇത് ദിവസം 2-3 ആൾക്കാർ, അങ്ങനെ 2-3. പിന്നെ ഈ അടുത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, എൻ്റെ സ്കൂളിൽ, എൻ്റെ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഞാൻ പിടിച്ചു. എന്താ അറിയോ, ക്ലാസ്സിൽ ഇരുന്നിട്ട് ക്ലാസ്സിൽ ഇരുത്താ കഴിയുന്നത് അവനെ പിടികൂടിയപ്പോൾ അവൻ പറഞ്ഞ ഏറ്റവും വലിയ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവൻ പറഞ്ഞത് ഞാൻ ഈ മിഠായിക്ക് അടിമയായത് 6ാം ക്ലാസ് മുതലാണ്. എത്രാം ക്ലാസ് മുതൽ? 6ാം ക്ലാസ് മുതൽ ഞാൻ ഈ മിഠായി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ പ്രശ്നം എന്താ പറയുക, ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഈ മിഠായി കഴിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഭയങ്കര, നിങ്ങൾക്ക് സന്തോഷം സന്താപം തിരിച്ചറിയുന്നില്ലേ അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീം തരികയാണ്. ഞാൻ തരുന്നില്ല കേട്ടോ, ഞാൻ തരാൻ പോണില്ല, പക്ഷെ തരികയെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്കൊക്കെ ഭയങ്കര വാമാവില്ല, നിങ്ങൾ ഇല്ല ഭയങ്കര ഹാപ്പി ആവില്ല അല്ലേ? അതേ സമയത്ത് ഈ കുട്ടി പറയാണ്, ഇപ്പൊ നിങ്ങൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചെന്നാൽ പോലും എനിക്കൊരു സന്തോഷമില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവൻ ഇതുവരെ അവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കൃത്രിമ സന്തോഷമായിരുന്നു. ആർട്ടിഫിഷ്യൽ എന്നാണ് അതിന് പറയുക. ആർട്ടിഫിഷ്യലായ കൃത്രിമമായ ഹാപ്പിനെസ് ആണ് അവന് സംവേദനം ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരു സ്പേസ് ഉണ്ട്, എല്ലാവർക്കും ബ്രെയിനിൽ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ രാവിലെ കഴിച്ചത്? ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? നല്ല ഭക്ഷണം കഴിച്ചു അല്ലേ? ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് ഇന്നിവിടെ SOSന്റെ ഭാഗമായിട്ട് ഇവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. സങ്കല്പിക്കുക, തരുന്നില്ല കേട്ടോ. അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ സന്തോഷം കിട്ടുന്നത്? നിങ്ങൾക്ക് ഈ അഡിക്ഷൻ എന്നത് ബാധിക്കുന്നത് കൊണ്ടാണ്. അതേസമയത്ത് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാലോ, നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയാലും മട്ടൻ ബിരിയാണി കിട്ടിയാലും മന്തി കിട്ടിയാലും, ഇവിടെ വ്യാപകമായിട്ട് ചെമ്മീനാണ്. ഇവിടെ എന്താ ചെമ്മീനല്ലേ? ചെമ്മീൻ അറിയില്ലേ? ഇവിടെ ചെമ്മീനല്ലേ? എനിക്കിത് രാവിലെ കിട്ടിയത് ഇവിടുത്തെ വിഭവം എന്ന് പറഞ്ഞ ചെമ്മീനാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചെമ്മീനാണ് ഏറ്റവും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറയുന്നത് വീട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അത്രയും വിഭവങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ സ്ഥിരമായി ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഏത് കഴിച്ചാലും അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വലിയ ചില അപകടങ്ങൾ കൂടിയുണ്ട്. ഞാൻ അതിനെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, മോനെ ഇവിടെ ശ്രദ്ധിക്കണം, നീ അവിടെ ശ്രദ്ധിക്കണം. യെസ്, അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തൊപ്പി എന്ന് പറയുന്ന ഒരാളുടെ അറിയില്ലേ? അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരൊക്കെ കൈവന്നിച്ച്, തൊപ്പിയുടെ ഫാൻസ് ഒന്ന് കൈവന്നിച്ച്. ഒരാളുണ്ട്, ഒന്നൊന്നല്ല, പറയാതിരിക്കുകയാണ്. തൊപ്പിയുടെ പേരെന്താണ്? അറിയാം, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഉണ്ടതല്ല അല്ലേ? തൊപ്പി എന്ന് പറയുന്നത് ഭയങ്കര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അല്ലേ? അദ്ദേഹത്തെ 2 ദിവസം മുന്നേ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാരകമായ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണത്തിലാണ്, ഒളിവിലാണ്. തൊപ്പി നിങ്ങളുടെ ഭയങ്കരമായിട്ട്, ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ, നിങ്ങൾ അദ്ദേഹത്തെ ആരാധ്യ പുരുഷനായിട്ടാണ് കാണുന്നതാണ്. പക്ഷെ ആ തൊപ്പി ഇന്ന് പോലീസ് നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. MDMA ആണ് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നും പിടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നിഹാദ് എന്ന് പറയുന്ന വ്യക്തി ഏതിന് അടിമപ്പെട്ടിട്ടുണ്ട്? ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അടിമപ്പെട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണമെന്നില്ലേ? നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും നല്ല ബുദ്ധിയുള്ളവരാണ്. നമുക്കൊക്കെ ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. ഈ ബുദ്ധിയാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഭ്രാന്തന്മാരെ കണ്ടില്ലേ? ഇല്ലേ? ഭ്രാന്തന്മാരെ കണ്ടില്ലേ? നീ ഭ്രാന്തനെ കണ്ടില്ലേ? ഒരു ഭ്രാന്തനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഭ്രാന്തനെ കാണാത്ത ഒരു വ്യക്തിയെ കാണുന്നത്. നിങ്ങളുടെ ചുറ്റും എവിടെയും നിങ്ങൾ ഭ്രാന്തനെ കണ്ടിട്ടില്ലേ? വഴിയോരങ്ങളിൽ വഴിയോരങ്ങളിൽ അവർക്ക് ഒരു പക്ഷേ ശരീരത്തിൽ വസ്ത്രം പോലും ഉണ്ടാവില്ല. വഴിയോരങ്ങളിൽ കണ്ടിട്ടില്ല, വേസ്റ്റുകളൊക്കെ കഴിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത വിധത്തിൽ അവർ ബുദ്ധിഭ്രമം പ്രാപിച്ചു.
ബാധിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് നമുക്ക് പലപ്പോഴും അവരെ കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്, ഇല്ലേ? സഹതാപം തോന്നും. കാരണം എന്താ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താണ് ജീവിതം എന്ന് അറിയില്ല. അതുകൊണ്ടാണല്ലോ അവർ വഴിയോരങ്ങളിൽ കിടന്നുറങ്ങുന്നത്. നമ്മൾ ആരെങ്കിലും ഈ ഫുട്പാത്തിൽ കിടന്നുറങ്ങും, കാരണം നമ്മുടെ രസം ചളിയാക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ മണ്ണാക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഭ്രാന്ത് ബാധിച്ചവരോ, നിങ്ങൾക്ക് വഴിയോരങ്ങളിൽ കാണാം, അവരവിടെ കിടക്കുന്ന കാണാം. അവർ ചിലപ്പോ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയണം. ആ വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങൾ ഭക്ഷണമായിട്ട് അവർ കഴിക്കുന്നതാണ്. ഈ കഴിക്കുന്നത് ഭക്ഷണമാണ്, മാലിന്യമാണ് എന്നാണ് അറിയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉച്ചഭക്ഷണം കഴിക്കോ? വേസ്റ്റ് ഇവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നതാണ്. ഉച്ചഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറെ വേസ്റ്റ് ബിന്നുണ്ടായിരിക്കും. അതിലെ ഭക്ഷണം നമ്മൾ ആരെങ്കിലും പെറുക്കുന്നില്ല, അത് വേസ്റ്റാണ്, അയ്യേ നമ്മളെ മനസ്സ് പറയും. പക്ഷെ ഈ ഭ്രാന്തന്മാർ ആ വേസ്റ്റ് അവർ കഴിക്കും. കാരണം അവർക്ക് അറിയുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേസ്റ്റ് ഭക്ഷണമാണെന്ന് അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്ഥിരമായി നമ്മൾ ഡ്രഗ്സിന് അടിമകളായാൽ നമുക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ബുദ്ധിയുടെ സ്ഥിരത. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഉള്ളപ്പോൾ നമുക്ക് നിലനിൽക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? നമ്മൾ അത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ മുടിയൊക്കെ അല്ലെ ചേർത്ത് വെച്ച് ചീകി നമ്മൾ കൊണ്ടു നടക്കുന്നത്. പക്ഷെ നമ്മൾ ഭ്രാന്തനായാലോ, എന്തും മുടി, പിന്നെ മുടിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മുടി ആവശ്യമുണ്ടോ? ഒരു മുടി ആവശ്യമില്ല. നമ്മൾ പിന്നെ കുളിക്കുകയില്ല, കുളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വസ്ത്രം മാറ്റിയില്ല, ശരീരത്തിൽ മുഴുക്കെ അഴുക്കായിരിക്കും, നമ്മൾ ഒന്നും മൈൻഡില്ല. അങ്ങനെ ആഗ്രഹം നിങ്ങൾക്ക് നമ്മൾ ഏറ്റവും നല്ല ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും നല്ല ബോഡിയോട് കൂടി ജീവിക്കുന്ന ആഗ്രഹിക്കുന്നവരല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നം ഇത്. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ഇന്നലെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഗാന്ധി ഗ്രാമം അവിടെ കേൾക്കുന്നുണ്ടോ? അവിടെ ഗാന്ധി ഗ്രാമത്തിൽ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. അവിടെ ഡി അഡിക്ഷൻ സെന്റർ. എന്താ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ? ആർക്കാ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ അറിയോ? രാഷ്ട്രീയമാണ് പോരെ. എന്താ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ? ഏറ്റവും കാര്യമല്ല അറിയോ? അറിയില്ല. ആർക്കെങ്കിലും അറിയോ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ? അറിയാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഞാൻ പറയട്ടെ, ഞാൻ ഫുള്ള് കേട്ടില്ല. ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലഹരി വിമുക്ത കേന്ദ്രം മീൻസ് ലഹരി ബാധിച്ചവരെ ലഹരിയിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് ഡി അഡിക്ഷൻ സെന്റർ. അതിൽ ഗാന്ധി ഗ്രാമത്തിൽ, അടൂരിലെ ഗാന്ധി ഗ്രാമത്തെ സംബന്ധിച്ചു അവിടെ ചെന്ന സമയത്ത് 26 പേര് അന്ന് അവിടെ അഡ്മിറ്റഡ് ആണ്. ഞങ്ങൾ വരാൻ നേരത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പച്ചക്കൻ, 18 19 വയസ്സായിരുന്നു. നല്ല യുവാവാണ്, നല്ല എനർജറ്റിക് ആണ്, നല്ല ആരോഗ്യവാനാണ്. ആ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ കൊണ്ടുവന്നറിയോ? എങ്ങനെയാണ് ആ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്? 2 കൈയും പിറകിലേക്ക് കെട്ടിയിട്ട്, 2 കൈയും പിറകിലേക്ക് കെട്ടിയിട്ടാണ് ഈ 18 19 വയസ്സുണ്ടായിരിക്കും ഈ കുട്ടിയെ കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ ഇങ്ങനെ കൊണ്ടുവന്നത്? എന്താ പ്രശ്നം? ഇവൻ ലഹരി മൂത്തിട്ട്, നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ലഹരി മൂത്തിട്ട് സ്വന്തം അമ്മയെ കൊല്ലുന്നവരുണ്ട്, സ്വന്തം അച്ഛനെ കൊല്ലുന്നവരുണ്ട്. ഇത് പാലക്കാട് ജില്ലയില് പറളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പാലക്കാട് ജില്ലയിലെ പറളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു 28 വയസ്സുകാരനായ ഒരു വ്യക്തി സ്വന്തം അമ്മയെ കൊണ്ടിരിക്കുന്നത്, അവിടെ അടുക്കളയിൽ വെച്ചിരുന്ന കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് സ്വന്തം അമ്മയെ 36 വെട്ട് വെട്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ സ്നേഹമില്ലേ? ഇല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഡ്രഗ്സ് തൊട്ടുപോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നേരത്തെ ഇന്നലെ കൊണ്ടുവന്ന 18കാരൻ വയലന്റ് ആണ്. അതുകൊണ്ടാണ് അവർ 2 കൈയും കെട്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഡി അഡിക്ഷൻ സെന്ററിൽ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ കിട്ടിയ ക്ലാസ്സിൽ നിന്നൊക്കെ പറഞ്ഞു തന്നത്, ഡി അഡിക്ഷൻ സെന്ററിൽ നമ്മൾ ഒരാളെ കൊണ്ടാക്കിയാൽ പൂർണ്ണമായും അദ്ദേഹത്തെ ലഹരിയിൽ നിന്ന് മുക്തനാക്കാൻ ഒരു മരുന്നുമില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മുക്തനാകാം.
എന്നാൽ ലഹരിക്ക് അടിമപ്പെട്ടാലോ അത് നിർത്താൻ പറ്റിയോ? കണക്കുകൾ പറയുന്നത് 95% എന്ന് പറഞ്ഞാൽ 100 പേരിൽ 95 പേരും വീണ്ടും ലഹരിയിലേക്ക് പ്രവേശിക്കും 2 വർഷത്തിനകം. എന്ന് മാത്രമല്ല, അവശേഷിക്കുന്ന 5% ആ 5% ഏത് സമയത്തും ലഹരിയുടെ അടിമകളാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ലഹരിക്ക് അടിമപ്പെട്ടാൽ പിന്നെ തിരിച്ച് നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. നിങ്ങളൊക്കെ വലുതായിട്ട് നല്ല ജീവിതം ആഗ്രഹിക്കുന്നില്ലേ? കല്യാണം കഴിക്കണം, കാറ് വാങ്ങണം, എന്തൊക്കെ സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ഇല്ലേ? ലഹരിക്ക് അടിമയാണെങ്കിൽ നിങ്ങൾ ഒരു പെണ്ണും നിങ്ങളുടെ ഭാര്യയാകാൻ തയ്യാറാവോ? എന്താ പറയാ? അയ്യേ അച്ഛനെ എനിക്ക് വേണ്ട, അവൻ ലഹരിയാണ്, അവൻ പോട്ടെ എന്നാ പറയില്ലേ? ഇല്ലേ? നിങ്ങളുടെ ജീവിതം മൊത്തം തുറന്നു. നിങ്ങൾ ആഗ്രഹമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിൽ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോ നിങ്ങൾ വഴി തെറ്റിയിട്ടില്ല അല്ലേ? നിങ്ങൾ വഴി തെറ്റിയിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അറിവിലുണ്ടാകും. അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാര് ഒക്കെ ആരെങ്കിലുമായിട്ട് സ്വകാര്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോടൊപ്പം സൗഹൃദം ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കരുത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വകാര്യമായിട്ട് ആ കുട്ടി നന്നാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ കുട്ടിക്കാരനല്ലേ, നിങ്ങളുടെ അയൽവാസിയല്ലേ, നിങ്ങളുടെ കുടുംബക്കാരനല്ലേ? അവൻ നന്നാവട്ടെ. അവൻ നന്നാവണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പോലീസിനൊന്നും പറഞ്ഞ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്. നിങ്ങൾ സ്വകാര്യമായിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇവിടെ ഉത്തരവാദപ്പെട്ട നിങ്ങളെ ക്ലാസ് ടീച്ചർ ഉണ്ടാകും. ഇല്ലേ? ക്ലാസ് ടീച്ചർ ഇല്ലേ? നിങ്ങൾ ക്ലാസ് ടീച്ചർ ഉണ്ടാകും. ആ ക്ലാസ്സിലെ അധ്യാപകനോട് വന്നിട്ട് ഇന്ന കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞാനാണെന്ന് പറഞ്ഞതെന്ന് അറിയരുത്. നിങ്ങൾ അത് ഒന്ന് കൈകാര്യം ചെയ്യും സ്വകാര്യമായിട്ട്. 1. 2. ഈ ലഹരി വസ്തുക്കൾ കിട്ടുന്ന കേന്ദ്രങ്ങൾ, ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുന്ന കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയില്ല. അങ്ങനെ അറിയുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വകാര്യമായിട്ട് വന്ന് പറയണം. ആരോട് പറയണം? ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയോടോ പറയണം, അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ വന്ന് പറയണം. ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം വിൽക്കപ്പെടുന്നുണ്ട്. ഇത് എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇതൊരു സാമൂഹിക വിപത്താണ്. ഇതൊരു സാമൂഹിക വിപത്താണ്. ഇപ്പൊ ഞാൻ മാത്രം ലഹരി ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ? ഞാൻ വാഹനത്തിലൂടെ കടന്നു പോകുന്നത്, ആ എതിരെ വരുന്ന വാഹനം അദ്ദേഹം അടിക്കുകയാണെങ്കിൽ അദ്ദേഹം 110 സ്പീഡിലാണ് പോവുക. പക്ഷെ ആ റോഡിലാകെ 20-30 സ്പീഡിലാകും പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും സ്പീഡിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? അപകടം വരും. അപകടം വരുമ്പോൾ അത് എന്നെയും ബാധിക്കും, നിങ്ങളെയും ബാധിക്കും, നമ്മളെല്ലാവരെയും ബാധിക്കും. ബാധിയില്ലേ? അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക തിന്മയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പൊരുതണം. നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. ഗാന്ധിജി സ്വപ്നം കണ്ടത് ഇന്ത്യയുണ്ട്. ഞാൻ അവസാനിക്കുന്നത്, ഗാന്ധിജി കണ്ട സ്വപ്നം ഏതായിരുന്നു? ഇന്ത്യയെ കണ്ട് ഇന്ത്യയെ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. എങ്ങനത്തെ ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്? ഫ്രീ ഫ്രം ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കണം? എങ്ങനത്തെ ഇന്ത്യയാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത്? യെസ്, ഡ്രഗ്സിൽ നിന്ന്, എല്ലാവിധ ലഹരി വസ്തുവിൽ നിന്നും മുക്തമായി. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമ്മുടെ ബുദ്ധി നശിക്കും. നമ്മളെ കൊണ്ട് ലഹരി ഉപയോഗിക്കുക എന്നത് ചില താല്പര്യങ്ങൾ കൂടി അതിന് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ നന്നായി പഠിച്ചാൽ മനസ്സിന് ജോലിയെ കിട്ടും, നമ്മൾ രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിൽ പങ്കാളികളാകും. ഇങ്ങനെയൊന്നും ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ നിർബന്ധപൂർവ്വം ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കച്ചവട താല്പര്യം കൂടിയാണ് അതിൽ പറയുന്നത്. നമ്മുടെ ബുദ്ധിയെ ക്ഷയിപ്പിക്കുക എന്നൊരു താല്പര്യമുണ്ട്. ഇതുകൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് ഈ വലിയ വിപത്തിനെതിരെ പൊരുതണം. നിങ്ങൾ തയ്യാറല്ലേ? അല്ലേ? എല്ലാവരും എഴുന്നേറ്റ് അവസാനിക്കണം. എല്ലാവരും എഴുന്നേറ്റുന്നേ. എല്ലാവരും എല്ലാവരും എഴുന്നേറ്റുന്നല്ലേ? നമുക്കൊരു തീരുമാനം എടുക്കല്ലേ? ഒരു പ്രതിജ്ഞ എടുക്കല്ലേ? എന്താ പ്രതിജ്ഞ? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കാൻ പോകുന്നത്. തയ്യാറല്ലേ?
അതൊന്നും ഉണ്ടല്ലോ. റെഡിയല്ലേ? ഞാൻ പറയാം, നിങ്ങൾ നേരിട്ട് പറയൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. വെരി ഗുഡ്. നല്ല കുട്ടികൾ കേട്ടോ. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് അവസരം ഇരുന്നോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വളരെ കുറഞ്ഞ സമയം. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. ഇതുവരെ ബന്ധപ്പെട്ടോ മറ്റൊക്കെയായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് വേണ്ടി ഈ അവസരം തന്ന ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ടീച്ചേഴ്സിനുള്ള വലിയ കൃതജ്ഞതയും സന്തോഷവും അറിയിക്കുകയാണ്.